إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ അങ്ങേയറ്റം കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ ദുരന്തത്തിൻ്റെ ചിത്രങ്ങളാണ് ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള മലയാളികളുടെ മനസ്സിൽ തീരാ നൊമ്പരമായി മാറിയിരിക്കുകയാണ് വയനാട് പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായ മരണവും നാശനഷ്ടങ്ങളുമെല്ലാം എന്ന് നമുക്കറിയാം. മഴ കഠിനമാകുമ്പോൾ ഇതര പ്രദേശങ്ങളിൽ നിന്നും സമാനമായ സംഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പലരും കൂടപ്പിറപ്പുകളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മരണമോർത്ത് തേങ്ങുന്ന സങ്കടകരമായ കാഴ്ചകൾ നാം കാണുകയുണ്ടായി. അള്ളാഹു അവർക്കെല്ലാം ക്ഷമയും സഹനവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുരന്തം നടന്ന പ്രദേശത്ത് ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വകവെക്കാതെ കാര്യമാക്കാതെ ഓടിയെത്തിയ നല്ലവരായ മനുഷ്യരെയും നിയമപാലകരെയും ഒന്നും നമുക്കൊരിക്കലും മറക്കാനാകില്ല. എല്ലാവരും ഒന്നിച്ച് നടത്തിയ പരിശ്രമം ഏറെ പ്രശംസനീയമാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ വ്യത്യസ്ത അപകടങ്ങളുടെ ഒരു പ്രധാന കാരണം അശ്രദ്ധയും നിയമലംഘനവും ഒക്കെ തന്നെയാണ് എന്നത് നിഷേധിക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നടുറോട്ടിൽ പൊലിഞ്ഞു പോകുന്ന എത്രയോ ജീവനുകൾ അമിത വേഗതയിലൂടെ നിയമലംഘനത്തിലൂടെ വിളിച്ചു വരുത്തുന്നതാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവൻ സംരക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന സാമൂഹിക സന്തുലിതാവസ്ഥക്ക് സഹായകമായി തീരുന്ന ഭൗതിക നിയമങ്ങൾ പോലും അവൻ പാലിക്കുക എന്നത് അവന്റെ മതപരമായ ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിയമലംഘനങ്ങളിലൂടെ
നാം വരുത്തിവെക്കുന്ന അപകടങ്ങൾ നമുക്കോ മറ്റുള്ളവർക്കോ നാം കാരണമായി ഉണ്ടായാൽ മതപരമായി തന്നെ നാം അതിന് കുറ്റക്കാരാണ് എന്നത് നമുക്കൊരിക്കലും മറന്നുപോകാനാകില്ല. സഹോദരങ്ങളെ, ഇത്തരം ദുരന്തങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന 10 പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഖുതുബയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, പ്രകൃതിയുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. തദ്ബീറുൽ അംർ, കാര്യങ്ങളുടെ നിയന്ത്രണം അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ് എന്ന ചിന്ത ഇത്തരം ദുരന്തങ്ങളിലൂടെയെങ്കിലും മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രകൃതിയെ കൃത്യമായി നിയന്ത്രിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹു മാത്രമാണ് എന്ന ബോധം വിശ്വാസികളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹുവിനല്ലാതെ പ്രകൃതി പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കാനോ തടുക്കാനോ മാറ്റം വരുത്താനോ സാധിക്കുകയില്ല എന്നും പ്രകൃതിയുടെ നിയന്ത്രണം ഒരാളെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല എന്നും നാം മനസ്സിലാക്കണം. പ്രകൃതിയുടെ നിയന്ത്രണം ചില മഹാന്മാരുടെ കയ്യിലാണ് എന്ന് പറയുന്നവർ ഇത്തരം ദുരന്തങ്ങളിലെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയാൻ സമയം കണ്ടെത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. യുദബ്ബിറുൽ അംർ, അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവനാണ് മുദബ്ബിർ. മിനസ് സമാഇ ഇലൽ അർള്, ഉപരിയിൽ നിന്ന് താഴത്തേക്ക്, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സജ്ദയിലെ 5-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, പ്രകൃതിയുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണെങ്കിൽ ഇവിടെ നടക്കുന്ന എന്തും അവന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ രണ്ടാമതായി നാം ചിന്തിക്കേണ്ട പാഠം, എന്ത് സംഭവിച്ചാലും നമ്മുടെ റബ്ബിനെ കുറിച്ച് നല്ലതു മാത്രമേ വിചാരിക്കാവൂ എന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നതിന്റെ 3 ദിവസം മുമ്പ് തന്റെ സ്വഹാബികളെ ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു, വിശ്വാസികളെ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എത്ര അപകടങ്ങൾ നേരിട്ടാലും, ഏത് ദുരന്തങ്ങൾക്ക് വിധേയരായാലും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് മരണം വരരുതേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചില ആളുകളെങ്കിലും ദുരന്തം നടക്കുമ്പോ നിങ്ങളുടെ ദൈവം എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിച്ച് ദൈവനിഷേധം ഈ സമയത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അങ്ങനെ ചോദിക്കാൻ പോലും ഒരടിമക്ക് അർഹതയില്ല എന്നതാണ് സത്യം. ചില വിശ്വാസികളെങ്കിലും ചിന്തിച്ചു പോവുകയാണ്, എന്തിനാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ചിന്ത, മോശമായൊരു ചിന്ത ഒരിക്കലും ഉണ്ടായിക്കൂടാ. മഴയെ, ഇടിയെ, മിന്നലിനെ, കാറ്റിനെ പല ആളുകളും പഴി പറയുകയാണ്, ചീഞ്ഞ മഴ എന്ന് പറയുകയാണ്, ചീത്ത പറയുകയാണ്. ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിശക്തമായ മഴ പെയ്താൽ പോലും ഒരു അടിമ എന്തു പറയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചുറ്റും ഉപകാരപ്രദമായ രൂപത്തിലേക്ക് ഈ മഴയെ മാറ്റുകയും, വലാ അലൈന, ഞങ്ങൾക്ക് അപകടം വരുന്ന രൂപത്തിൽ, ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ മഴയെ ആക്കാതിരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു അടിമ ചെയ്യേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഇത്തരം ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോൾ മോശമായ ചിന്തയല്ല, ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, നാശമുണ്ടായിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്, വീടുകളും കാറുകളും തകർന്നടിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസം ശരിയാണെങ്കിൽ, അവരുടെ സൽക്കർമ്മങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ഇന്നവർ അനുഭവിക്കുന്നത് സമാധാനമാണ്, ശാന്തിയുടെ ലോകത്തേക്കാണ് അവർ പോയിട്ടുള്ളത് എന്ന് തിരിച്ചു ചിന്തിക്കാൻ ഈമാനുള്ള നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. എത്ര പ്രയാസം അനുഭവപ്പെട്ടപ്പോഴും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം എന്താണ്? ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വഅൻത അർഹമുർ റഹീമീൻ. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അന്നീ മസ്സനിയൽ ദുർർ, അല്ലാഹുവേ, എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, പ്രയാസം അനുഭവപ്പെട്ടിരിക്കുന്നു. പക്ഷേ
വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാന്മാരിൽ ഏറെ കരുണ കാണിക്കുന്നവനാണ്. കരുണ കാണിക്കുന്നവരിൽ ഏറെ കരുണ കാണിക്കുന്നവൻ നീയാണ്. ഇതും നിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാകാം എന്ന് ശരീരത്തിൽ രോഗം വന്നപ്പോൾ, മക്കൾ മരിച്ചുപോയപ്പോൾ, തന്റെ കാര്യസമ്പത്ത് തകർന്നടിഞ്ഞപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാൻ ബിനുസുബിൻ വഅദാബ്. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവേ, പിശാച് എന്നെ ബാധിച്ചിരിക്കുന്നു, എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു, നിന്നെ മറന്നൊന്നും പറയാതിരിക്കാൻ എനിക്ക് സ്ഥൈര്യം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, നല്ലത് ചിന്തിക്കുക. ഒരു പക്ഷേ അവരുടെ ഈമാൻ നല്ലതാണെങ്കിൽ, അവരുടെ കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ ഷഹാദത്തിന്റെ കൂലി അവർക്ക് ലഭിക്കുമെന്നാണ്, ശുഹദാക്കളുടെ കൂലി അവർക്ക് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് സ്വഹാബികളോട് ചോദിച്ചു, ഈ ഉമ്മത്തിലെ ശുഹദാക്കൾ ആരെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെടുന്നവരല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്തിൽ ശുഹദാക്കൾ വളരെ കുറവായിരിക്കുമല്ലോ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നവൻ ഷഹീദാണ്, തീ പൊള്ളലേറ്റു മരിക്കുന്നവൻ ഷഹീദാണ്, കെട്ടിടം തകർന്നു മരിക്കുന്നവൻ ഷഹീദാണ്, വയറിന് അസുഖം ബാധിച്ചു മരിക്കുന്നവൻ ഷഹീദാണ് എന്നിങ്ങനെ ശുഹദാക്കളുടെ നീണ്ട പട്ടിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തയായിരിക്കണം സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമത്തേത്, മരണം എപ്പോഴുമായേക്കാം, അപ്രതീക്ഷിതമായി പൊടുന്നനെ മരണം വന്നേക്കാം എന്ന ചിന്തയാണ് മൂന്നാമതായി ഇത്തരം ദുരന്തമുഖത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അടുത്ത സെക്കൻഡിൽ നാം എന്താകുമെന്ന്, എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയുക സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ച കാര്യമാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അല്ലാഹു പറയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സമ്പാദിക്കുക എന്ന് ഒരാൾക്കും പറയാനാകില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, നാളെ എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും പറയാനാകില്ല. എവിടെ വെച്ച് മരിക്കണം എന്ന് അള്ളാന്റെ തീരുമാനമുണ്ടോ അന്ന് ആ സ്ഥലത്തേക്ക് വിശ്വാസികളെ നമ്മൾ എത്തുമെന്നാണ്. എത്ര ഉയരങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചാലും, എത്ര താഴ്ന്ന പ്രദേശങ്ങളിൽ ബലിഷ്ഠമായ തറകൾ നിർമ്മിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ പറഞ്ഞു. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങളെ മരണം പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ബലിഷ്ഠമായി കെട്ടിപ്പടുത്ത കോട്ടക്കുള്ളിലാണെങ്കിലും കൊട്ടാരത്തിനകത്താണെങ്കിലും അല്ലാഹു നിങ്ങളെ പിടികൂടും എന്നാണ് ഖുർആൻ പറയുന്നത്. സമയം വന്നെത്തിയാൽ ഒരു നാഴിക പോലെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല എന്ന് ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതെങ്കിലും ഒരാളെ ആത്മാവിനെ ഇന്ന സ്ഥലത്ത് വെച്ച് പിടിക്കണം എന്ന് അള്ളാന്റെ തീരുമാനമുണ്ടെങ്കിൽ ജഅല ലഹു ഫീഹാ ഹാജ, അള്ളാഹു അവിടേക്ക് അവന് ഒരു ആവശ്യം അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. സഹോദരങ്ങൾ, അങ്ങനെ ആവശ്യമുണ്ടാക്കി കൊടുത്ത് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് വെച്ച് മരിക്കേണ്ടവരാണ് നമ്മളെങ്കിൽ നമ്മുടെ മനസ്സിൽ അക്തിറു ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, മരിച്ചു പോകണമെന്ന ചിന്ത എപ്പോഴും എപ്പോഴും ഉണ്ടാകണമെന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യുൽ മുഅ്മിനീൻ അക്യസ്, വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവർ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണശേഷമുള്ള ജീവിതത്തിന് നന്നായി ഒരുങ്ങുന്നവർ. മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണാനന്തര ജീവിതത്തിനു വേണ്ടി നന്നായി ഒരുങ്ങാനും ഇത്തരം ദുരന്തങ്ങൾ മൂന്നാമതായി നമുക്ക് പാഠമാകണം. സഹോദരങ്ങളെ, നാലാമത്തേത്, മനുഷ്യൻ അതീവ ദുർബലനാണ്, അവൻ നിസ്സഹായനാണ്. ദുരന്തങ്ങൾക്ക് മുന്നിൽ കൈമലർത്തി നിൽക്കാനല്ലാതെ, വിളിച്ചു കേഴുവാനല്ലാതെ ഒന്നും ഒരടിമക്കും സാധ്യമല്ല എന്ന ചിന്ത ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകണം. അള്ളാഹു മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ, വഖുലിക്കൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അതീവ ദുർബലനായിക്കൊണ്ടാണ്, അതീവ നിസ്സഹായനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. സ്വന്തം വീടുകളും കൂടപ്പിറപ്പുകളും ഒലിച്ചു പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും കഴിയാത്ത അവസ്ഥ സഹോദരങ്ങളെ നാം കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടാൻ വിചാരിച്ചാൽ മനുഷ്യന്റെ ശക്തിയും മസിൽ പവറും
ഒരിക്കലും ഫലം ചെയ്യുകയില്ല. നാം ഉറങ്ങുമ്പോൾ, നാം കളിക്കുമ്പോൾ ഒക്കെ അള്ളാഹു നമ്മെ പിടികൂടിയേക്കാം എന്നാണ് ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നത്. നിർഭയരായിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഖുർആന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. അഫഅമിന അഹ്ലുൽ ഖുറാ അയതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അഫഅമിന അഹ്ലുൽ ഖുറാ, ഈ നാട്ടിലുള്ള ആളുകൾ നിർഭയരായി കഴിഞ്ഞുകൂടുകയാണോ? പേടിയില്ലാതെ മുന്നോട്ട് പോവുകയാണോ? അയതിയഹും ബഅസുനാ, അവരെ നമ്മുടെ ശിക്ഷ പിടികൂടുമെന്ന്. ബയാതൻ, അവർ ഉറങ്ങിക്കിടക്കുമ്പോ. വഹും നായിമൂൻ, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോ അവരെ എന്റെ ശിക്ഷ പിടികൂടുമെന്ന കാര്യത്തിൽ അവർ നിർഭയരാണോ? അടുത്ത ആയത്തിൽ അല്ലാഹു ചോദിക്കാണ്, അവഅമിന അഹ്ലുൽ ഖുറാ അയതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അവർ പകൽ സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അവിടെ മറ്റു വ്യവഹാരങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ശിക്ഷ വരുമെന്ന വിഷയത്തിൽ അവർ നിർഭയരാണോ എന്ന് ചോദിക്കുമ്പോ, സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ നിർഭയരല്ല എന്ന ബോധം നമുക്കുണ്ടാകണം. എന്തും സംഭവിച്ചേക്കാം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അഞ്ചാമത്തെ കാര്യം, ഇത്തരം പ്രയാസങ്ങൾ കാണുമ്പോ, ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോ, അപകടങ്ങളിൽ അകപ്പെട്ടവരെ കാണുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവൂലി ആഫിയതിക വഫുജ്അതി നിഖമതിക വജമീഇ സഖ്തിക. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു അടിമക്ക് പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു പ്രാർത്ഥനയാണ് ഇത് എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുകയാണ്. വതഹവ്വുലി ആഫിയതിക, നീ എനിക്ക് തന്നിട്ടുള്ള ഈ ശാരീരിക സുഖം നഷ്ടപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വഫുജ്അതി നിഖമതിക, നിന്റെ ശിക്ഷകൾ പെട്ടെന്നിറങ്ങുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വജമീഇ സഖ്തിക, നിന്റെ മുഴുവൻ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ, നിന്റെ കാരുണ്യമാണ് എന്റെ പ്രതീക്ഷ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും നീ എന്നെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ ഇസ്ലാം നമുക്ക് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം, നമ്മുടെ തിന്മകൾ അവസാനിപ്പിക്കാൻ ഇത്തരം ദുരന്തങ്ങൾ ഒരു കാരണമാകണം എന്നതാണ്. ഒരു പക്ഷേ മനുഷ്യർ ചെയ്തു പോയ തിന്മകളുടെ ഫലമായിട്ടാണോ അല്ലാഹു ഇത്തരം ശിക്ഷകൾ ഇറക്കുന്നത് എന്ന് ഗൗരവത്തോടെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. വയനാട്ടിൽ നടന്ന ആ അപകടം, ആ ദുരന്തം അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയതാണ് എന്നല്ല ഇതിന്റെ അർത്ഥം. കാരണം 4 രൂപത്തിലാകാം അല്ലാഹു ദുരന്തങ്ങൾ ഇറക്കുന്നത്, അപകടങ്ങൾ ഇറക്കുന്നത് 4 രൂപത്തിലാകാം. ഒന്ന്, ധിക്കാരികളായ ജനങ്ങളെ നശിപ്പിക്കാനാകാം. അല്ലെങ്കിൽ പാപികളായ ജനങ്ങൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള അപകടമാകാം. അല്ലെങ്കിൽ വിശ്വാസികളായ ജനങ്ങൾക്ക് പരീക്ഷണം എന്ന നിലക്ക് കൊടുത്തതാകാം. അതുമല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഒരു പാഠമാകാനാകാം. ഈ 4 ആണെങ്കിലും വിശ്വാസികളെ, അതിൽ പേടിക്കേണ്ടത് തിന്മകൾക്കുള്ള ശിക്ഷയാകുമോ, ധിക്കാരത്തിനുള്ള ശിക്ഷയാകുമോ? പലരും പലയിടങ്ങളിൽ നിന്നും വന്ന് ചേക്കേറി തിന്മകളിൽ മുഴുകുവാൻ സ്ഥലം കണ്ടെത്തിയപ്പോ അല്ലാഹു പിടികൂടിയതാകുമോ എന്ന പേടിയായിരിക്കണം വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബുൽ ആലിയ റഹിമഹുല്ല പറയുകയാണ്, മൻ അസല്ലാഹ ഫിൽ അർളി ഫഖദ് അഫ്സദ ഫിൽ അർൾ, അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കലാണ് ഭൂമിയിൽ കൈകൾ പ്രവർത്തിച്ച് കുഴപ്പമുണ്ടാക്കൽ. ലിഅന്ന സലാഹൽ അർളി വസ്സമാഇ ബിത്ത്വഅ, ആകാശഭൂമികളിലെ നന്മ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യലാണ്. തിന്മകൾ ചെയ്താൽ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കലാണ്, അത് ശിക്ഷക്ക് കാരണമായേക്കാം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രകൃതി ദുരന്തം നമ്മുടെ മുൻഗാമികളെയും ധാരാളം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രധാന കാരണം അള്ളാഹുവിനെ ധിക്കരിച്ചതായിരുന്നു എന്നതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു പറയുകയാണ്, സൂറത്തു മറിയമിലെ 74 അള്ളാഹു പറഞ്ഞു, ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവർ ഇവരെക്കാൾ സാധന സാമഗ്രികൾ ഉള്ളവരായിരുന്നു, ഇവരെക്കാൾ ബാഹ്യമോടിയിൽ മുൻപന്തിയിലായിരുന്നു. എന്നിട്ടും അവരെ നാം പിടികൂടിയെന്ന് അള്ളാഹു പറയുകയാണ്.
സൂറത്തു സുഖ്റുഫിന്റെ 8 അല്ലാഹു പറഞ്ഞു, അവരെക്കാൾ കയ്യൂക്കുള്ളവരെ നാം പിടികൂടി, മുൻഗാമികളിൽ നടന്ന നടപടിക്രമം അവരിലും സംഭവിക്കുകയായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വകം മഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർൻ ഹും അശദ്ദു മിൻഹും ബത്ശാ. എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്, അവർ ഇവരെക്കാൾ ശക്തന്മാരായിരുന്നു, മല്ലന്മാരായിരുന്നു. ഫനഖബൂ ഫിൽ ബിലാദ്, അവർ അത് പിടികൂടപ്പെട്ടപ്പോൾ ആ നാട് മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കറന്നു. ഹൽ മിൻ മഹീസ്, ഒളിച്ചോടാൻ സ്ഥലമുണ്ടോ, രക്ഷപ്പെടാൻ മാർഗമുണ്ടോ, എവിടേക്ക് പോകുമെന്ന് ആലോചിച്ച് അവർ പരക്കം പാഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഖാഫിന്റെ 36-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ട് അതിന് നന്ദികേട് കാണിച്ചാൽ, ധിക്കാരികളായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടും എന്നതിൽ ഒരു സംശയവും വേണ്ട. അല്ലാഹു പറഞ്ഞു, കം മഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർൻ ഫനാദൂ വലാ തഹീന മനാസ്. അല്ലാഹു അവനെ ധിക്കരിച്ച ആളുകളെ പിടികൂടിയപ്പോൾ അവർ ഒഴിഞ്ഞു പോകാൻ നോക്കി. വലാ തഹീന മനാസ്, അതൊഴിഞ്ഞു പോകാൻ പറ്റുന്ന സമയമല്ല, അത് മാറിപ്പോകാൻ കഴിയുന്ന നേരമല്ല എന്നാണ് സൂറത്തു സ്വാദിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ വെറുതെ ഇറങ്ങുകയില്ല. അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്കാണ് ഇറങ്ങുക. ധിക്കരിക്കുന്നവർക്ക് ഇറങ്ങുമ്പോൾ അതിൽ വിശ്വാസികളും നല്ലവരും നല്ല മനുഷ്യരും അകപ്പെടുകയും ചെയ്യും. കാരണം ലാ തുസീബന്നല്ലദീന ളലബൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ അക്രമം ചെയ്തവരെ പ്രത്യേകമായി പിടികൂടുകയല്ല, എന്റെ ശിക്ഷാ നടപടി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വമാ കുന്നാ മുഹ്ലിക്കിൽ ഖുറാ, ഒരു ഗ്രാമത്തെയും നാം നശിപ്പിക്കുകയില്ല, ഇല്ലാ വഅഹ്ലുഹാ ളാലിമൂൻ, ആ നാട്ടുകാർ അക്രമത്തിൽ മുഴുകുമ്പോഴല്ലാതെ ഒരു നാടിനെയും നാം നശിപ്പിക്കുകയില്ല, ഒരു നാടിനെയും നാം തകർക്കുകയില്ല എന്ന് സൂറത്തുൽ ഖസസിന്റെ 59-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമോ എന്ന പേടി ജീവിച്ചിരിക്കുന്ന നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു മുൻ തലമുറകളെ പല രൂപത്തിൽ ശിക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതൊന്നും ഞാൻ അവരോട് അനീതി കാണിച്ചതല്ല, അവർ അവരോട് തന്നെ ചെയ്ത അക്രമത്തിന്റെ ഫലമാണ് എന്ന് നമ്മെ അറിയിക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഫകുല്ലൻ അഖ്ദിനാ ബിദംബി, ഓരോ തലമുറകളെയും അവരവർ ചെയ്ത തെറ്റിന്റെ ഫലമായി നാം പിടിച്ചു. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവരിൽ ചിലരുടെ മേൽ നാം ചരൽക്കാറ്റ് അയക്കുകയാണ് ചെയ്തത്. വമിൻഹും മൻ അഖദതുഹു സൈഹ, അവരിൽ ചിലരെ ഘോര ശബ്ദം പിടികൂടുകയാണ് ചെയ്തത്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്, അവരിൽ ചിലരെ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. വമിൻഹും മൻ അഗ്റഖ്നാ, മറ്റു ചിലരെ നാം മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വമാ കാനല്ലാഹു ലിയദ്ലിമുഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, ഇതൊന്നും നാം അവരോട് ചെയ്ത അക്രമമല്ല, അവർ അവരോട് തന്നെ ചെയ്ത അക്രമത്തിന്റെ ഫലമായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവർ അവരോട് ചെയ്ത അക്രമത്തിന്റെ ഫലമായിരുന്നു എന്ന് മുൻ തലമുറകളെ നശിപ്പിച്ചതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, സൂറത്തുൽ അഅറാഫിന്റെ 96-ൽ അല്ലാഹു പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ആളുകൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്താൽ ആകാശഭൂമികളിൽ നിന്ന് നാം അവർക്ക് ബറക്കത്ത്, അനുഗ്രഹം ചൊരിഞ്ഞുകൊടുക്കും. വലാകിൻ കദ്ദബൂ, എന്നാൽ അവർ നിഷേധിക്കുകയാണെങ്കിൽ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ ഫലമായി നാം അവരെ പിടികൂടുകയും ചെയ്യും എന്ന് അല്ലാഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഇത്തരം ദുരന്തമുഖത്ത് നാം ചിന്തിക്കേണ്ട 7-ാമത്തെ കാര്യം അന്ത്യനാളിനെ ഓർക്കുക എന്നതാണ്. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഇനിയും അതിജയിക്കാൻ സാധിച്ചേക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വീടില്ലാത്തവർക്ക് ഇനിയും വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. ഒരു ഭാഗത്ത് നാടില്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അന്ത്യദിനം സംഭവിക്കുമ്പോൾ മനുഷ്യൻ വിളിച്ചു പറയുന്നൊരു വാചകമുണ്ട്, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ, അന്നേ ദിവസം മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഐനൽ മഫർ, എവിടേക്ക് ഓടിപ്പോകും? ഒരു നാട് നശിച്ചാൽ മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കാം, എങ്കിൽ അന്ത്യദിനം സംഭവിക്കുമ്പോ എവിടേക്ക് പോകും? ഐനൽ മഫർ, എവിടേക്ക് പോകും എന്ന ചിന്ത വിശ്വാസികളെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നതാണ് 7-ാമത്തെ കാര്യം. 8-ാമത്തേത് സഹായഹസ്തങ്ങൾ നീട്ടുക എന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ കൈമൈ മറന്ന് നമുക്ക് ചെയ്യാവുന്ന മാക്സിമം സഹായ സഹകരണങ്ങൾ, ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നാം മുഴുകുക എന്നതാണ് 8-ാമതായി നമുക്ക് ചെയ്യാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹ്, ജനങ്ങളിലേക്ക്
ജനങ്ങളിൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളവർ അൻഫഉഹും, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഈ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം തന്റെ സുഹൃത്തിന്റെ പ്രയാസം തീർക്കാൻ അവന്റെ കൂടെ ഇറങ്ങി നടക്കലാണ്. സഹോദരങ്ങളെ, അത്തരമൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏതു നിലക്കുള്ള സഹായവുമാകാം. ഒരുപക്ഷെ സാമ്പത്തികമായ സഹായം ആവശ്യമുള്ളവരുണ്ട്. മാനസികമായ പിന്തുണയും സഹായവും കൊടുത്ത് ഒന്ന് സമാധാനത്തിന്റെ വാക്കു പറഞ്ഞ് സംതൃപ്തിയും സമാധാനവും നൽകേണ്ടവരുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെന്ന് ശാരീരികമായി അധ്വാനിക്കേണ്ടവരുണ്ട്. അവിടെയൊക്കെ വെറുതെ ചെന്ന്, കാണാൻ ചെന്ന്, സന്ദർശനത്തിന് ചെന്ന് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 3 വിഭാഗം ആളുകളാണ് ആ രംഗത്തുള്ളത്. ഒന്ന്, ചില ആളുകളെങ്കിലും വിചാരിച്ചത് എന്റെ നമസ്കാരം, എന്റെ ഇബാദത്ത്, എന്റെ നോമ്പ്, എന്റെ ദിക്ർ, എന്റെ ദുആ, ഞാൻ അങ്ങനെ പോയാൽ മതി, ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തെ എന്തോ മറ്റൊരു പ്രവർത്തനമായി കാണുന്നവർ ഒരു വിഭാഗമായുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം നിസ്കാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദിക്റിനും ദുആയിനും സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഇനി 2 ദിവസം നമസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പിന്നാലെ പോയി അള്ളാഹുവിനെ മറക്കുന്ന ഇബാദത്തിന് വെടിയുന്ന ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. സുഹൃത്തുക്കളെ, രണ്ടിനും ഇടയിലാണ് 3ാമത്തെ വിഭാഗമായ നമ്മൾ ഉണ്ടാകേണ്ടത്. നമ്മുടെ ജുമഅയെപ്പോലെ, നമ്മുടെ നിസ്കാരത്തെപ്പോലെ, നമ്മുടെ ദിക്റിനെ പോലെ, നമ്മുടെ സ്വതക്കയെപ്പോലെ, നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളെപ്പോലെ നാം ഉണ്ടാകേണ്ട രംഗം തന്നെയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യത തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകലും എന്ന് മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കുകയും അങ്ങനെ മുഴുകുമ്പോഴും ആ രംഗത്ത് ലോകമാന്യം കടന്നു വരാതെ, പത്രത്തിൽ പേര് വരാനല്ല, വാർത്തകളിൽ ചാനലുകളിൽ ഫോട്ടോ വരാനല്ല, അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് വിസ്ഡം റിലീഫിന്റെ കീഴിൽ ദുരിതാശ്വാസ ഫണ്ട് ഇന്ന് ഈ പള്ളിയിൽ നാം സ്വരൂപിക്കുന്നുണ്ട്. കഴിയുന്നത്ര സഹായ സഹകരണങ്ങൾ, സാമ്പത്തികമായ ദാനധർമ്മങ്ങൾ അതിലേക്ക് നൽകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളിലും അപകടങ്ങളിലും നാം അറിഞ്ഞിരിക്കേണ്ടുന്ന 10 പാഠങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിച്ച ഖുതുബയിൽ 8 കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞത്. 9ാമതായി പ്രതിരോധ മാർഗങ്ങൾ നാം സ്വീകരിക്കുക എന്നതാണ്. ഭൗതികമായ എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങൾ ആ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പാലിക്കുന്നതോടൊപ്പം ആത്മീയമായി, മതപരമായി അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിച്ചുകൊണ്ട്, അല്ലാഹുവിലേക്ക് കൂടുതൽ പൊറുക്കലിനെ തേടിക്കൊണ്ട് ദുരന്തങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മാർഗം നാം സ്വീകരിക്കേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ഫിൽ അർളി അമാനാൻ, ഭൂമിയിൽ മനുഷ്യർക്ക് 2 സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങാതിരിക്കാൻ. ഫറുഫിയ അഹദുഹുമാ, അതിൽ ഒന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഫദൂനകുമുൽ ആഖർ, രണ്ടാമത്തേത് നിങ്ങളോടൊപ്പമുണ്ട്. ഫതമസ്സകൂ ബിഹി, ആ രണ്ടാമത്തെ സുരക്ഷാ മാർഗം, രണ്ടാമത്തെ സെക്യൂരിറ്റി നിങ്ങൾ സ്വീകരിക്കണം. അമ്മൽ മർഫൂഉ, ഉയർത്തപ്പെട്ട സെക്യൂരിറ്റി, ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വഅമ്മൽ ബാഖി, എന്നാൽ നിലനിൽക്കുന്ന സുരക്ഷാ മാർഗം, ഫല്ലിസ്തിഗ്ഫാർ, അത് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടലാണ്. എന്തേ അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം? ഖുർആനിന്റെ 8ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 33ാമത്തെ ആയത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവെച്ചത്. പ്രസ്തുത ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, വമാ കാനല്ലാഹ്, അല്ലാഹു ശിക്ഷിക്കുകയില്ല, അല്ലാഹു ആവുകയില്ല, ലിയുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കുന്നവനാവുകയില്ല, വഅൻത ഫീഹിം,
പ്രവാചകരെ താങ്കൾ അവരിൽ ഉള്ളിടത്തോളം കാലം നാം അവരെ ശിക്ഷിക്കുകയില്ല. രണ്ടാമതായി ഖുർആൻ പറയാണ്, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം തേടുന്നിടത്തോളം കാലം, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നിടത്തോളം കാലം നാം അവരെ ശിക്ഷിക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, കാന ഫീഹിം അമാനാൻ. മനുഷ്യരെ, നമ്മൾക്കുള്ള രണ്ട് സുരക്ഷാ മാർഗങ്ങളുണ്ട്. അന്നബിയു വൽ ഇസ്തിഗ്ഫാറു. ഒന്ന് റസൂലുള്ളയാണ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. ഫദഹബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ സുരക്ഷ, അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വബഖിയൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാ എന്ന വാചകം അധികരിപ്പിക്കൽ, അത് എന്നെന്നും നിലനിൽക്കുന്നുണ്ട്, അത് സുരക്ഷാ മാർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, 10ാമത്തെ കാര്യം, ആത്മാർത്ഥമായി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ്. ഇത്തരം ഒരു ദുരന്തത്തെക്കുറിച്ച്, പരീക്ഷണത്തെക്കുറിച്ച് നമ്മൾ കേട്ടപ്പോ നമ്മൾ പ്രാർത്ഥിച്ചോ? പരീക്ഷിക്കപ്പെട്ടവനെ കുറിച്ചുള്ള വാർത്ത കേട്ടാൽ, പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ നമ്മൾ നടത്തേണ്ട പ്രാർത്ഥന നടത്തിയോ നമ്മൾ? അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. റസൂലുള്ളാഹി പറയുകയാണ്, മൻ റആ മിൻകും മുബ്തല. പരീക്ഷിക്കപ്പെട്ട ഒരാളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ അയാളെ നിങ്ങൾ സന്ദർശിച്ചു, സമീപിച്ചു, എന്നിട്ട് അവന്റെ അടുക്കൽ വെച്ച്, ആ വാർത്തയുടെ അടുത്ത് വെച്ച് നിങ്ങൾ പറയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ലം യുസിബഹു ദാലികൽ ബലാ, ആ പരീക്ഷണം ഈ പറഞ്ഞവനെ ബാധിക്കുകയില്ല. ഏതൊരു പരീക്ഷണം കണ്ടപ്പോഴാണോ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചത്, ആ പരീക്ഷണം ഈ പ്രാർത്ഥിച്ചവന്, ഈ ദിക്ർ ചൊല്ലിയവനെ ബാധിക്കുകയില്ല എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, വഹ്യനുസരിച്ച് മാത്രം ദീൻ പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അത്തരം പ്രാർത്ഥനകൾ നാം നിർവഹിക്കുക. റസൂലുള്ളാഹി രക്ഷ തേടാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദം. അല്ലാഹുവേ, കെട്ടിടം തകർന്ന് മരിക്കുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുകയാണ്. വഅഊദു ബിക മിനത് തറദ്ദി. ഉയരങ്ങളിൽ നിന്ന് വീണ് മരിക്കുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുകയാണ്. വഅഊദു ബിക മിനൽ ഗരിഖ് വൽ ഹരീഖ്. വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടും തീ പൊള്ളലേറ്റുകൊണ്ടും മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ഒരു ഭാഗത്ത് അത് ഷഹാദത്തിന്റെ കൂലിയാണ് എന്ന് പഠിപ്പിച്ചപ്പോഴും മറുഭാഗത്ത് അങ്ങനെ ആക്കണേ എന്ന് പ്രാർത്ഥിക്കുകയല്ല, അങ്ങനെ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകൾ നാം നിർവഹിക്കുക. നാം തൗഹീദുള്ളവരാവുക, നാം അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാവുക, അവനോട് മാത്രം സഹായം തേടുന്നവരാവുക, അവനോട് മാത്രം വിഷമങ്ങളും സങ്കടങ്ങളും പറയുന്നവരാവുക, അവനിൽ മാത്രം ആ നിലക്കുള്ള പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവരാവുക, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക, അവന്റെ പുണ്യം പ്രതീക്ഷിച്ചു മാത്രം ബലിയെറുക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ച നേരുക. നാം മുവഹിദുകളാവുക. എങ്കിൽ ഏത് രൂപത്തിലുള്ള ദുരന്തങ്ങൾക്ക് വിധേയരായാലും നമുക്ക് സ്വർഗമുണ്ട്. അല്ലാഹു സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അതിൽ നിന്ന് ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് നീ അവരുടെ വിശ്വാസത്തിനും കർമ്മങ്ങൾക്കും അനുസരിച്ചുള്ള മഗ്ഫിറത്തും മർഹമത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.